മുറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ നമ്മുടെ സുധീഷിനെയും നിധിയെയും ഇറക്കി വിടാനായിട്ട് സുഭാഷ കടുത്ത തീരുമാനമെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ അനിയൻ മഹേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിനക്ക് വേണ്ടി നിൻ്റെ കാമുകിയായ ആ നീതു നിന്നിട്ട് നീ അവളെ ഒന്ന് വിളിച്ചോ, അവരാരെങ്കിലും അവളെ ഉപദ്രവിച്ചോ എന്നൊക്കെ നിനക്കറിയോ എന്ന് ചോദിക്കുന്നത് കാണാം. അവളെ അവർ കുറേ ഉപദ്രവിച്ച് കാണുവേട്ടാ എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ അവളെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കണം, നിനക്ക് ഇത്തരം ബുദ്ധിയൊന്നും ഇല്ലാതായി പോയല്ലോ, നീ എൻ്റെ മാതിരി നല്ലൊരു കാമുകനാവാൻ പഠിക്കണം എന്ന് പറയുമ്പോൾ, എന്ത് പ്രണയിനി പോലും ഇല്ലാത്ത സുധീഷേട്ടനാണോ എന്നെ ഉപദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷിന് അതൊരു വലിയ നാണക്കേടായി തോന്നുന്നുണ്ട്. ഇതിനിടയിൽ സുധീഷ് പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ മഹേഷ് ആണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നീതുവിനെ കുറേ തല്ലിയോ ഉപദ്രവിച്ചോ എന്നൊക്കെ അറിയാനാണ് വിളിക്കുന്നത്. ഇതേ സമയമാണെങ്കിൽ തന്നെ ഒരുപാട് തല്ലിയെന്നും തനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തായാലും എല്ലാം ഓർക്കെയാണെന്നും പറയുമ്പോൾ മഹേഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എല്ലാം എനിക്ക് വേണ്ടിയാണല്ലേ, ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മഹേഷേട്ടാ, എല്ലാം നമുക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം മഹേഷിന് ഒരു സമാധാനമാവുന്നതും മഹേഷ് ഒരു ദീർഘശ്വാസം വിടുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മഹേഷ് ആണെങ്കിൽ അത് സുധീഷിനോട് പറയുമ്പോൾ സുധീഷ് നല്ല സന്തോഷവാനാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം സുധീഷ് നല്ല ഉറക്കത്തിലായി എന്ന് കാണുമ്പോൾ നമ്മുടെ സുഭാഷാണെങ്കിൽ ബാക്കി 3 പേരെയും വിളിച്ചിട്ട് നീതുവിനെ സംഭവിച്ചത് വലിയൊരു അപമാനമാണ്, അതുകൊണ്ട് തന്നെ നീതുവിനെ ഇനി ഇവിടെ നിർത്തുന്നത് അവളുടെ ഭാവിക്കും അവളുടെ അഭിമാനത്തിനും അത് ദോഷം ചെയ്യും, അതുകൊണ്ട് തന്നെ നീതുവിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതായിരിക്കും ഉചിതമെന്ന് സുഭാഷേട്ടൻ പറയുമ്പോൾ ബാക്കി എല്ലാവരും അതിന് കൂടെ നിൽക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഏട്ടത്തി എങ്ങനെ ചെയ്യണോ, സുധീഷേട്ടന് വിഷമാവൂലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഏട്ടൻ പറയുന്നുണ്ട്, സുധീഷിന് വിഷമായാലും കുഴപ്പമില്ല, നീതു ഒരിക്കലും സങ്കടപ്പെടാനോ അപമാനിതയാകാനോ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കടുത്ത തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നീതുവിനോടും നമ്മുടെ സുഭാഷേട്ടൻ ഇത് പറയുന്നുണ്ട്, മോളെ നീ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാം, അപ്പോൾ ഈ ചീത്തപ്പേരോ കളങ്കമോ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നീതു പോവുമോ ഇല്ലയോ എന്നൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും.